In this session, we will discuss the investigator's brochure, which is an important topic from Unit 3 of Industrial Pharmacy of 7th semester BPharm. So this is the learning objective. After the session, you will be able to understand, describe, and write about the investigator brochure, its definition, and its contents. So this is an important topic, already mentioned in the syllabus. And this is the importance of this question for university examination. It's an frequently asked 2 mark as well as 5-mark question. ഓക്കെ, ഇപ്പൊ റെഗുലർ ആയിട്ട് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നിത്തവണ ചോദിച്ചിട്ടുള്ളതാണ്. എൻ ഡി എയില് ആൻഡ് IB ആസ് വെൽ ആസ് NDA ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, components of investigator brochure, and what is investigation for as an 5-mark question. So we can start with the definition. So as per the WHO guidelines or as per the ICH guidelines, investigator brochure, which is given in the guidelines of R2 എന്ന് പറയുന്ന ഗൈഡ്ലൈൻസിലാണ് ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷർ എന്ന് പറയുന്നത്. It's a critical documents in clinical drug development prepared by the sponsor, and sponsor can be an individual or company or institution or organization that serve as an compilation of clinical and non-clinical data on the investigational product which is relevant to the study of the investigational product in the human subject. So how it differs from clinical trial protocol? So first thing you have to understand, എന്താണ് ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷർ എന്ന് പറയുന്നതും എന്താണ് ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ എന്നുള്ളതിനുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കുക. ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ ഒരു ഇൻഡിവിജ്വൽ IP, ഇൻവെസ്റ്റിഗേഷണൽ ഫൈനൽ IP എന്ന് പറയുന്ന സാധനം പ്രൊഡക്റ്റിന്റെ ഫൈനൽ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. ക്ലിനിക്കൽ ട്രയൽ മാത്രം എങ്ങനെ നടത്തുന്നു എന്നുള്ള ഡാറ്റയാണ് ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. IB എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് ദ നോൺ ക്ലിനിക്കൽ ഡാറ്റ ആസ് വെൽ ആസ് ക്ലിനിക്കൽ ഡാറ്റ ഓഫ് ദ ഇൻവെസ്റ്റിഗേഷണൽ പ്രോഡക്റ്റ്. അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷണൽ പ്രോഡക്റ്റ് ഏതാണോ അണ്ടർ ദ സ്റ്റഡി, ആ ഒരു പ്രോഡക്റ്റിന്റെ ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷർ എന്ന് പറയുന്നത്. മറ്റതിൽ ഈ ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ് എങ്ങനെ സ്പെസിഫിക്കലായിട്ട് ക്ലിനിക്കൽ ട്രയൽ നടത്തുന്നു എന്നുള്ളതിന്റെ മാത്രം ഡോക്യുമെന്റ് ആണ് ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, what are the purposes of this IB? So in order to comply with the requirement as a part of IND application. IND application തുടങ്ങുന്നത് ഇൻവെസ്റ്റിഗേഷണൽ ന്യൂ ഡ്രഗ് ആപ്ലിക്കേഷൻ ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ ഡാറ്റ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ IND ആപ്ലിക്കേഷനിലോട്ട് പോകുന്നത്. അപ്പൊ IND ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കേണ്ട ഒരു ഡാറ്റയാണ് IB എന്ന് പറയുന്നത്. And to provide and comprehensive background information on investigational products such as dosing frequency, method of administration, safety monitoring, and procedure to investigators as well as clinical trial personnel. അപ്പൊ ആർക്ക് ഡാറ്റ കൊടുക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. ആരാണോ അവിടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ അവർക്ക് പ്രിൻസിപ്പൽ ക്ലിനിക്കൽ ട്രയലിലുള്ള പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് ഈ പറയുന്നതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡാറ്റയും കൂടിയാണ് IB അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷർ എന്ന് പറയുന്നത്. So it will help the investigator to understand the rationale and methodology of the clinical trial and to understand the data, make his own unbiased risk benefit assessment of appropriate proposed trial. So already നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നോൺ ക്ലിനിക്കൽ ആസ് വെൽ ആസ് ക്ലിനിക്കൽ ഡാറ്റ വെച്ചിട്ട് ഇൻവെസ്റ്റിഗേറ്റർക്ക് ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന ആൾക്ക് അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി യൂസ് ചെയ്യുന്ന അതിന്റെ നീഡ് ഫോർ സ്റ്റഡി എന്താണ്, മെത്തഡോളജി എന്താണെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റയാണ്. ആൻഡ് ആൾസോ ഇറ്റ്സ് ആൻ ട്രെയിനിങ് ഡോക്യുമെന്റ്, ഒരു ട്രെയിനിങ് ഡോക്യുമെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനം കൂടിയാണ് ടു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ്. And IB will provide baseline knowledge necessary for identifying anticipated risk as well as adverse event and deciding on continuation or termination of the trial and to aid the informed consent. അപ്പോ ഈ ഒരു ഡാറ്റന്റെ ബേസിലാണ് IBയുടെ ബേസിലാണ് ക്ലിനിക്കൽ ട്രയൽ പ്രൊഫഷണൽസുകൾ അവരുടെ സബ്ജക്റ്റിന്റെ ഇൻഫോംഡ് കൺസെന്റ് വാങ്ങാൻ പോകുന്നത്. സ്പോൺസർ കൊടുക്കുന്ന IB എന്ന് പറയുന്ന ഡാറ്റ വെച്ചിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ അടുത്ത് പറയാൻ പോകുന്നത് ഈ ഡ്രഗ് ഇന്നതാണ്, ഈ ഡ്രഗ് ഇന്ന സ്റ്റഡിയാണ് നടത്താൻ പോകുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സാമ്പിൾ എടുക്കുക, ഇതിന്റെ റിസ്ക് ഇതൊക്കെയാണ്, ഇതിന്റെ ബെനിഫിറ്റ്സ് ഇതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഡാറ്റ വെച്ചിട്ടാണ്. ടു കമ്പൈൽ വിത്ത് ദ ഗുഡ് ക്ലിനിക്കൽ പ്രാക്ടീസ് ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ് ടു പ്രസന്റ് ടു ദ ഇൻവെസ്റ്റിഗേറ്റർ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് ഓർ ഇൻഡിപെൻഡന്റ് റിവ്യൂ ബോർഡ്. അപ്പൊ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ട്രയലിന്റെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ടും കൊടുക്കുന്ന ഒരു ഡാറ്റയാണ്. പ്രിപ്പറേഷൻ, ആരാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ഇതിന്റെ
കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്പോൺസർ ആണ്. സ്പോൺസർ ആരാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് മേ ബി ആൻ ഇൻഡിവിജ്വൽ, ഓർ ഇറ്റ് മേ ബി ആൻ കമ്പനി, or it may be an institution or an organization who is responsible for legally and ethical responsibility for preparing, maintaining and updating the IB. ഒരിക്കൽ ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ, അവരെ ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് ഈ പറയുന്ന റിലേറ്റഡ് ഡ്രഗുമായിട്ട് എന്തെങ്കിലും ഡിസ്കവറി വരുന്ന സമയത്ത് അതിനനുസരിച്ച് ഈ പറയുന്ന ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷറിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് സ്പോൺസർ എന്ന് പറയുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. ഇറ്റ്സ് എൻ മൾട്ടി ഡിസിപ്ലിനറി എഫേർട്ട് ആണ്, വിച്ച് ഇൻക്ലൂഡ് ലോട്ട്സ് ഓഫ് പ്രൊഫഷണൽസ് ലൈക്ക് ക്ലിനിക്കൽ റിസർച്ച് സയന്റിസ്റ്റ്, non-clinical or pre-clinical scientists, then medical writers, regulatory affair personnel, safety and pharmacovigilance experts, and chemistry manufacturing and control expert, and biostatistician, and clinical trial manager and medical monitoring. So this is a team work. ഒരാൾ മാത്രം ഉണ്ടാക്കുന്നതല്ല, ഇത്രയും ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഡാറ്റയാണ് ഈ പറയുന്ന IB എന്ന് പറയുന്നത്. സോ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി സ്പോൺസർ റോളിലാണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നത് ഇവരുടെ എല്ലാവരും കൂടി ഹെൽപ്പോട് കൂടിയിട്ടാണ്. കാരണം ഈ പ്രൊഫഷണൽസിനാണ് അവരുടെ എക്സാക്ട് റോൾ എന്താണെന്ന് അറിയാം. ഇപ്പോ ക്ലിനിക്കൽ റിസർച്ച് സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരാണ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്, അവരുടെ ക്ലിനിക്കൽ ഡാറ്റ അതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ നോൺ ക്ലിനിക്കൽ അല്ലെങ്കിൽ പ്രീ ക്ലിനിക്കൽ സയന്റിസ്റ്റ് ആണെങ്കിൽ അവരാണ് അനിമൽ സ്റ്റഡിയിലുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസുകളുണ്ട്. പിന്നെ അഗെയിൻ അപ്ഡേറ്റിംഗ് ഈസ് ഇമ്പോർട്ടന്റ്. വെറുതെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതല്ല IB എന്ന് പറയുന്നത്. IB ഓൺ ദ ഒക്കേഷൻ അപ് ടു ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് സ്പോൺസറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ അതിനുള്ള കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സുകളൊക്കെ ഉണ്ട്. ന്യൂ ടോക്സിക്കോളജിക്കൽ ഫൈൻഡിങ് അക്രോസ് ദ വേൾഡ്. ഈ ഒരു ഡ്രഗിന്റെ മുകളിൽ ഏതെങ്കിലും ന്യൂ ടോക്സിക്കോളജിക്കൽ സ്റ്റഡി ഒക്കെ വരുന്ന സമയത്ത്, ന്യൂ ഹ്യൂമൻ സേഫ്റ്റി ആൻഡ് എഫിക്കസി ഡാറ്റ വരുന്ന സമയത്ത്, ചേഞ്ച് ഇൻ ഡോസേജ്, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓർ ഫോർമുലേഷൻ, റെഗുലേറ്ററി ഫൈൻഡിങ് ആസ് വെൽ ആസ് ക്ലിനിക്കൽ ട്രയൽ ടെർമിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് പേഷ്യന്റ് സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഈ റെഗുലേറ്ററി കൺസിഡറേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു IB ഉണ്ടാക്കാനുള്ള റെഗുലേറ്ററി കൺസിഡറേഷൻ എന്ന് പറയുന്നത്, ഇൻ കേസ് ഓഫ് US കോഡ് ഓഫ് ഫെഡറൽ റെഗുലേഷൻ 21 CFR എന്ന് പറയുന്ന കോഡ് ഓഫ് റെഗുലേഷന്റെ പാർട്ട് 312.23 എന്ന് പറയുന്ന പാർട്ടാണ് ഇതിന്റെ റെഗുലേറ്ററി കൺസിഡറേഷന് മെൻഷൻ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് യൂറോപ്യൻ യൂണിയനിലാണെങ്കിൽ EMAയുടെ യൂറോപ്യൻ ക്ലിനിക്കൽ ട്രയൽ റെഗുലേഷൻ നമ്പർ 536/2014 എന്ന് പറയുന്നതാണ്. ഇന്ത്യയിൽ CDSCOയിലാണെങ്കിൽ ന്യൂ ഡ്രഗ് ആൻഡ് ക്ലിനിക്കൽ ട്രയൽ റൂൾ 2090 എന്നുള്ളതാണ് റെഗുലേറ്ററി റിക്വയർമെന്റ്. അപ്പോൾ ഈ പറയുന്ന റെഗുലേഷൻസിൽ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയറുകൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസുകൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് റെഗുലേറ്ററി കൺസിഡറേഷൻ എന്ന് പറയുന്നത്. Now this is the content. ഇതാണ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത്. എന്താണ് ഡെഫിനിഷൻ? വാട്ട് ആർ ദ കണ്ടന്റ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷർ? സോ ആസ് ദാറ്റ് ഓഫ് ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ, കുറെ ഡാറ്റ സെയിം തന്നെ ആയിരിക്കും. ടൈറ്റിൽ പേജ്, കോൺഫിഡൻഷ്യാലിറ്റി സ്റ്റേറ്റ്മെന്റ്, ടേബിൾ ഓഫ് കണ്ടന്റ്, സമ്മറി, ഇൻട്രൊഡക്ഷൻ, ഡിസ്ക്രിപ്ഷൻ ഓഫ് IP, ഇൻവെസ്റ്റിഗേഷണൽ പ്രോഡക്റ്റിന്റെ ഡാറ്റ വേണം, നോൺ ക്ലിനിക്കൽ ഡാറ്റ, എഫക്ട് ഇൻ ഹ്യൂമൻ ഓർ ക്ലിനിക്കൽ സ്റ്റഡി, സമ്മറി ഓഫ് ഡാറ്റ ആൻഡ് ഗൈഡൻസ് ഫോർ ദ ഇൻവെസ്റ്റിഗേറ്റർ, ദെൻ പബ്ലിക്കേഷൻ ആൻഡ് റിപ്പോർട്ട്സ്. സോ ഫസ്റ്റ് വൺ ഇസ് ടൈറ്റിൽ. ടൈറ്റിൽ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഒരു സ്റ്റഡിയുടെ ടൈറ്റിൽ എന്നുള്ളത്, അവിടെ സ്പോൺസർ നെയിം, ഐഡന്റിറ്റി ഓഫ് ഈച്ച് ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ്, അവർക്ക് സ്പെസിഫിക്കലി എന്തെങ്കിലും എഡിഷൻ നമ്പർ, മോഡിഫിക്കേഷൻ വേർഷൻ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ നമ്പർ, ഡേറ്റ്, കാര്യങ്ങൾ, അത് തന്നെ സ്പോൺസർ, അതിന്റെ ട്രേഡ് നെയിം. പലപ്പോഴും ഈ പറയുന്ന ഡാറ്റ രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഓൾറെഡി അപ്രൂവ് ആയിട്ടുള്ള ഒരു ഡ്രഗിന്റെ വേറൊരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ട്രയൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ഡോസേജ് ഫോം ഓൾറെഡി മാർക്കറ്റിൽ ഉള്ളതായിരിക്കും. അപ്പൊ ആരാണ് അതിന്റെ സ്പോൺസർ, അതിന്റെ ട്രേഡ് നെയിംസുകൾ ഉണ്ടെങ്കിൽ അതിന്റെ നെയിം എന്താണ്, അതിന്റെ റിലീസ് ഡേറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവണം. കോൺഫിഡൻഷ്യാലിറ്റി സ്റ്റേറ്റ്മെന്റ്, അപ്പോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കൺസേൺഡ് IRB, ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ എത്തിക്കൽ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ടീം സബ്ജക്റ്റിന്റെ കയ്യിൽ നിന്ന് കോൺഫിഡൻഷ്യാലിറ്റി സ്റ്റേറ്റ്മെന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അവരുടെ ഡാറ്റ കോൺഫിഡൻഷ്യൽ ആണ് എന്നുള്ള കാര്യങ്ങൾ. ദെൻ ടേബിൾ ഓഫ് കണ്ടന്റ്, അതിലാണ് ടൈറ്റിൽ ബേസ് എത്രാമത്തെ പേജിലാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. ദെൻ
As an introduction, we will include the summary, not exceeding 2 pages. അതിൽ ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുന്നുണ്ടാവും. ഫിസിക്കൽ, കെമിക്കൽ, pharmaceutical, pharmacological, toxicological, kinetic and metabolic and clinical information. Then we will give an introduction about the IP, investigational product നെ കുറിച്ച്, കെമിക്കൽ നെയിം എന്താണ്, ഇൻഗ്രീഡിയന്റ് നെയിം എന്താണ്, അതിന്റെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ജനറൽ പ്രൊസീജിയർ എന്തൊക്കെയാണ്. Then as an fourth one, description of institutional product, physical, chemical and pharmaceutical property, storage and handling and structural similarity with the other non-compounds. Then coming to the non-clinical data, എങ്ങനെയാണ് സ്റ്റഡി നടത്തിയിട്ടുള്ളത്, ഫാർമക്കോളജിക്കൽ സ്റ്റഡി എങ്ങനെയാണ്, ടോക്സിക്കോളജിക്കൽ സ്റ്റഡി എങ്ങനെയാണ്, ഫാർമക്കോകൈനറ്റിക് സ്റ്റഡി എങ്ങനെയാണ്, ഏത് സ്പീഷീസിലാണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്, നമ്പർ ഓഫ് സെക്സ് ഇൻ ഈച്ച് ഗ്രൂപ്പ്, മെയിൽ ആൻഡ് ഫീമെയിൽ മൈസസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, യൂണിറ്റ് ഡോസ് ഇന്റർവെൽ, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, non-clinical pharmacological data and pharmacokinetic and product metabolism in the animal and toxicological data, and effect in the human subject. Clinical trial നടത്തിയ അല്ലെങ്കിൽ നടത്തുന്ന സമയത്ത് അതിനുള്ള എക്സ്പെക്ടഡ് എഫക്ട്സുകൾ എന്തൊക്കെയാണ്, നോൺ എഫക്ട്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ്, അതിന്റെ ഫാർമക്കോകൈനറ്റിക്, ഫാർമക്കോഡൈനാമിക് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ്, ഓൾറെഡി മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോസേജ് ഫോമിന്റെ വേറൊരു ഇൻഡിക്കേഷന് അല്ലെങ്കിൽ പുതിയൊരു ഡോസേജ് ഫോമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറൊരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ടോ ക്ലിനിക്കൽ ട്രയൽ നടത്തുന്ന സമയത്ത് അതിന്റെ ഡാറ്റ, മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ദെൻ സമ്മറി ഓഫ് ഡാറ്റ ആൻഡ് ഗൈഡൻസ് ഫോർ ദ ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ അതിൽ പോസിബിൾ റിസ്ക് എന്തൊക്കെയാണ്, പോസിബിൾ അഡ്വേഴ്സ് എഫക്ട്സുകൾ, അതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റർക്കുള്ള ഒരു ഡാറ്റ കൊടുക്കുന്നതാണ്. ഓക്കെ, സോ ദീസ് ആർ ദ കണ്ടന്റ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷർ. So this is the difference between the investigator brochure as well as clinical research protocol അല്ലെങ്കിൽ clinical trial protocol. അപ്പൊ ആദ്യത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡാറ്റ കൊടുക്കുക എന്നുള്ളതാണ്. ഐ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോട്ടോകോളിലാണെന്നുണ്ടെങ്കിൽ പ്ലാൻ ആൻഡ് മെത്തഡോളജി ഓഫ് കണ്ടക്ടിങ് ക്ലിനിക്കൽ ട്രയൽ, അതിനെ മാത്രം കുറിച്ചേ ഡിസ്കഷൻ ഉള്ളൂ, വേറൊരു സാധനം അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. ദെൻ പ്രൊഡക്റ്റ്, ഫോക്കസ് ഓൺ പ്രൊഡക്റ്റ്. ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷർ പ്രൊഡക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ ആണെങ്കിൽ സ്റ്റഡിനെയാണ് പ്രോട്ടോകോൾ ചെയ്യുന്നത്, ഏത് മെത്തേഡിലാണ്, എത്ര ടൈം ഇന്റർവെല്ലാണ് സാമ്പിൾ എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഇനി ആർക്കാണ് ഈ ഡാറ്റ കൊടുക്കേണ്ടി വരിക? ഐ ബി കൊടുക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റർ, എത്തിക്കൽ കമ്മിറ്റി, റെഗുലേറ്ററി അതോറിറ്റിക്കാണ്. ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോൾ ആവുന്ന സമയത്ത് സ്റ്റഡി ടീമിനും റെഗുലേറ്ററി അതോറിറ്റിക്കും എത്തിക്കൽ കമ്മിറ്റിക്കുമാണ്. ഓക്കെ, ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി കണ്ടന്റ്സിലോട്ട് വരുന്ന സമയത്ത് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, IB will more emphasis on the chemical, physical and pharmaceutical and pharmacological actions of the drugs. But in case of clinical trial protocol, it will more emphasize on the design, method, number of participants, inclusion criteria, etc. ക്ലിനിക്കൽ ട്രയലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ക്ലിനിക്കൽ ട്രയൽ പ്രോട്ടോകോളിൽ പറയുള്ളൂ. ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷറിൽ വരുന്ന സമയത്ത് ഇറ്റ് വിൽ ബി മോർ എംഫസൈസ്ഡ് ഓൺ ദ ഇൻവെസ്റ്റിഗേഷണൽ പ്രൊഡക്റ്റ്, അതിന്റെ കെമിക്കൽ, ഫിസിക്കൽ, ഫാർമക്കോളജിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ ഡാറ്റാസുകളാണ് ഇൻവെസ്റ്റിഗേറ്റർ ബ്രോഷറിൽ ഉണ്ടാവുക. Okay, so this is the importance of this question. It's frequently asked question as in 5 marks as well as 2 marks. രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ എന്താണ് ഡെഫിനേഷൻ എന്നുള്ളതും എന്താണ് കണ്ടന്റ് ഓഫ് ദി IB എന്നുള്ളതുമാണ് ഇവിടെ നമ്മൾ ആൻസറിൽ എംഫസൈസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. 2 മാർക്കിനും 5 മാർക്കിനും ചോദിച്ചിട്ടുള്ളതാണ്. 5 മാർക്കിന് ഒന്നിൽ തവണ കൂടുതൽ ചോദിച്ചിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അതിനെ കാണാം. So these are the some of the references. So that's all about the investigator brochure and its contents. Thank you.